പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഈ ദാസന് ഒരവസരം കൂടെ തന്ന കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം ആഭിചാരവും മന്ത്രവാദവും ചെയ്യുന്ന കുടുംബം തകർന്നു പോവും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പാപമെന്ന പിശാച് ഒരു യജമാനനെ പോലെ നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുകയില്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ക്രിസ്തു ഒരു രക്തസാക്ഷിയായി മരിച്ചിട്ടില്ല. ക്രിസ്തു സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല. ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശു കർത്താവ് അത്ഭുതപൂർവമായ ജനനത്തിലൂടെ ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ജീവിതം മനസ്സിലാക്കി നമുക്ക് പകരക്കാരനായി അവൻ്റെ ജീവിതം നമുക്ക് നൽകി. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക, സ്ഥിരതയോടെ നിൽക്കുക. അപ്പോൾ രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്നിട്ട് പാപമെന്ന പിശാചിനെ പുറത്തു കളയുക. യോശുവ 7:9 വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും. ദൈവം മനുഷ്യന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം വാങ്ങിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പാപമോചനം പ്രാപിക്കണം. പാപമോചനം ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ശത്രു ഓടിപ്പോവും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിച്ച നന്മ നമ്മൾ അനുഭവിക്കും. 1 യോഹന്നാൻ 3:8 ഇങ്ങനെ വായിക്കുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഒരു മരത്തിന് സൂര്യപ്രകാശമില്ലാതിരിക്കുമ്പോൾ അത് ഫലം കായ്ക്കാതെ നശിച്ചു പോകുന്നത് പോലെ പാപത്തിൽ കിടക്കുന്ന ജനത്തെ ഈ ഭൂമിയിൽ സാത്താൻ തകർത്ത് കളയാൻ പരീക്ഷകളും വേദനകളും അയച്ച് നിവർന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തകർത്ത് കളയുവാൻ അടുത്തു വരുന്നുവെന്ന് ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ജനത്തെ പെട്ടെന്ന് തകർത്ത് കളയുവാൻ അവൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. മനുഷ്യൻ്റെ പണം കൊണ്ടും ആൾബലം കൊണ്ടും ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എങ്കിലും അതിൻ്റെ സമയം തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയുള്ള കാലം എന്ത് ചെയ്താലും നിരാശയിൽ അവസാനിക്കുന്ന സമയമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതം നിരാശയായി പോവുകയാണ് അനേകരുടെ. മക്കൾ
ഒരു നിരാശയിലായി തീരുന്ന സമയം അടുത്തെത്തിയിരിക്കുകയാണ്. കൊറോണ സമയം മനുഷ്യൻ്റെ നാശത്തിൻ്റെ തുടക്കമായിരുന്നു. സകല കുട്ടികളുടെയും കയ്യിൽ ഫോൺ ലഭിച്ചതോടെ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തലമുറയെ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പോൾ തലമുറകളോട് സംസാരിക്കാൻ പല മാതാപിതാക്കൾക്കും ഭയമായി തുടങ്ങിയിരിക്കുന്നു. കാരണം അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പിശാചിൻ്റെ പ്രവർത്തനം അവരിൽ തുടങ്ങിയിരിക്കുന്നതിൻ്റെ തുടക്കമാണ്. പാപത്തിൻ്റെ യജമാനൻ ആയ പിശാച് മനുഷ്യരിൽ വാഴുവാൻ തുടങ്ങിയതിനാൽ ഇനിയുള്ള കാലം ഒരു മരം എത്ര നല്ലതായി വളർന്നു വന്നാലും സൂര്യപ്രകാശമില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫലം കായ്ക്കാതെ നശിച്ചു പോകുന്നത് പോലെ നാശത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. എന്നാൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും സത്യവചനത്തിൽ ഉറച്ചു നിന്ന് തലമുറയിൽ നിന്ന് വിട്ടുപോ പിശാചേ എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് പരാജയപ്പെട്ട് പിന്മാറുക തന്നെ ചെയ്യും. പിശാചിൻ്റെ ബന്ധനം അഴിഞ്ഞു മാറും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എന്നാൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ പൂജാരിക്കും മന്ത്രവാദിക്കും കഴിയുകയില്ല എന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. പൂജാരിയും മന്ത്രവാദിയും പിശാചിനെ കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. മന്ത്രവാദത്താൽ താൽക്കാലികമായി പ്രശ്നങ്ങൾ മാറിയാലും അല്പസമയത്തിനുള്ളിൽ ആ കുടുംബം ഭൂതങ്ങൾ തകർത്തെറിയുമെന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ നശിപ്പിക്കാനാണ് ഭൂതങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിൻ്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിൻ്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറപടിയായി ഭവിക്കാതിരിക്കുകയില്ല. ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദ ശക്തി കൊണ്ടും മനുഷ്യരെ നശിപ്പിക്കുന്നവരുടെ കുടുംബത്തിൽ തലമുറ നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന വചനം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും മന്ത്രവാദ ശക്തി കൊണ്ടും അനേകരെ മനുഷ്യരെ ചതിച്ച കുടുംബങ്ങൾ അവരുടെ തലമുറയുടെ മേൽ ഈ ദിവസങ്ങളിൽ വലിയ നാശം സംഭവിക്കാൻ പോകുന്നത് കൊണ്ടാണ്. അത് സംഭവിക്കാതിരിക്കാൻ ഈ സമയം കർത്താവ് നിങ്ങളെ ഈ വചനം കേൾപ്പിക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷത്തിൽ തന്നെ മന്ത്രവാദം ചെയ്യുന്നവർക്ക് അനർത്ഥം ഭവിക്കുമെന്ന് യെശയ്യാവ് 47:9 നമ്മൾ കേട്ടുവല്ലോ. എന്നാൽ 11-ാം വാക്യം പറയുന്നത് രക്ഷപ്പെടാൻ വയ്യാത്ത നാശം വന്നു ഭവിക്കുമെന്നാണ്. മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയാത്ത നാശമാണ് വന്ന് ഭവിക്കാൻ പോകുന്നതെന്ന് വചനം ഓർപ്പിക്കുന്നു. പലരും ചിന്തിക്കുന്നത് ഇന്ന് പുഷ്ടി പിടിച്ച് ഇരിക്കുന്നത് കൊണ്ട് സമയാസമയങ്ങളിൽ ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്ന ജ്യോതിഷക്കാരുടെ അടുത്ത് ചെന്ന് രൂപ കൊടുത്ത് മന്ത്രവാദം ചെയ്യുന്നത് കൊണ്ട് ആരും കാണുന്നില്ല എന്നാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. കാരണം അവരുടെ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ സമയത്തെ ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ നേരെ ദോഷം ചെയ്യുവാൻ അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. പണം കൊടുത്ത് പണം വാങ്ങിച്ച് ജ്യോതിഷക്കാർ രാശി നോക്കിയൊക്കെയും അയൽവക്കക്കാരനെതിരെയും കുടുംബക്കാർക്കെതിരെയൊക്കെ ദോഷം പറയുന്നത് അവരുടെ ലാഭത്തിനു വേണ്ടിയാണ്. യെശയ്യാവ് 47:11 പറയുന്നു, മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിൻ്റെ മേൽ വരും, നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും, നീ അറിയാത്ത നാശം പെട്ടെന്ന് നിൻ്റെ മേൽ വരും. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത്. പിശാചിൻ്റെ ഈ ദുഷ്ടപ്രവൃത്തികളെ അഴിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ
യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങൾ കൊണ്ട് ജീവിതകാലം മുഴുവനും സുഖത്തോടെ ജീവിക്കാമെന്ന് ചിന്തിക്കുമെന്നെങ്കിൽ പെട്ടെന്നുള്ള ന്യായവിധി അനേകരുടെ ഭവനത്തിന്മേൽ വരാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് കർത്താവ് അയച്ചതാണ്. ദൈവത്തിൻ്റെ കോപം മന്ത്രവാദത്താൽ ആശ്രയിക്കുന്നവൻ്റെ ഭവനത്തിന്മേൽ വരികയും പെട്ടെന്ന് തകർന്നു വീഴുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മന്ത്രവാദം ചെയ്യുന്നവരുടെ ഭവനത്തിൽ വരാൻ പോകുന്ന പീഡകളെക്കുറിച്ച് പറയുന്നത് കരച്ചിലും നിലവിളിയും ഉണ്ടാകുമെന്നാണ്. മന്ത്രവാദത്താൽ ഇന്ന് സുഖിച്ച് ആഡംബര ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ട് നിലവിളിയുടെ ശബ്ദം അനേകരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കുമെന്നാണ്. പെട്ടെന്നാണ് നാശം ഇവരുടെ മേൽ കടന്നു വരുന്നത്. സാത്താന ശക്തിയെ തകർക്കാൻ ക്രിസ്തു ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മന്ത്രവാദത്താൽ ലോകത്തെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തകരുക തന്നെ ചെയ്യും. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി സത്യവും നീതിയും നടപ്പാക്കണം. അനീതി ചെയ്ത് ലോകത്തെ തകർക്കുന്ന പൈശാചിക ശക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനീതി ചെയ്ത് നീതിയില്ലാതെ കർത്താവെ ലോകത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ പൈശാചിക ശക്തി, മന്ത്രവാദ ശക്തി, ജ്യോതിഷ ശക്തി പരാജയപ്പെടട്ടെ. അനേക ഭവനത്തെ തകർത്തുകൊണ്ട് ഇരിക്കുന്ന ഈ പൈശാചിക ശക്തി, അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ പൈശാചിക ശക്തി തകരട്ടെ. അനേക ഭവനത്തിൽ നിന്ന് നമ്മുടെ മുമ്പിൽ തന്നെ അനേക ദുഃഖങ്ങൾ കാണാറുണ്ട്. ഒരു കാരണവുമില്ലാതെ തന്നെ ചില കുടുംബങ്ങളിൽ പെട്ടെന്നാണ് നാശം വന്നു ഭവിക്കുന്നത്. യെശയ്യാവ് 47:12 ഇങ്ങനെ പറയുന്നു, ചെറുപ്പം മുതലേ നീ ചെയ്തു വരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക, തൽക്കാലം വിജയിച്ചു കൊള്ളുമെന്ന് തോന്നുന്നു. ഇവിടെ വ്യക്തമായി പറയുന്നു, പെട്ടെന്നാണ് അനർത്ഥങ്ങൾ കടന്നു വന്ന് നാശം അവരുടെ മേൽ പിടിക്കുന്നത്. ആഭിചാരവും മന്ത്രവാദവും ചെയ്യുന്ന കുടുംബത്തിന്മേൽ പെട്ടെന്ന് നാശം വരുമെന്ന് കർത്താവ് നമ്മളെ വചനത്തിൽ ഓർമ്മിപ്പിച്ചതാണ്. പാപപ്പെട്ടവൻ്റെ സമൃദ്ധിയെ ഉന്മൂലനാശം ചെയ്യുവാനാണല്ലോ ആഭിചാരവും ജ്യോതിഷവും നോക്കി മന്ത്രവാദം ചെയ്യുന്നത്. ഇങ്ങനെ പുഷ്ടിയുള്ളവനിൽ, സമ്പത്തുള്ളവനിലാണല്ലോ ഈ അഹങ്കാരം വരുമ്പോഴാണല്ലോ ഇങ്ങനെ ചെയ്യുവാൻ തോന്നുന്നത് തന്നെ. ഇവരുടെ ചിന്ത ഇങ്ങനെ ചെയ്യുന്നവരുടെ ചിന്ത ഇതിൻ്റെ മുകളിൽ ആരും ഇല്ല എന്ന അഹങ്കാര സ്വഭാവത്തോടെയാണ് മന്ത്രവാദവും ആഭിചാരവും അനേകർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശു വന്നത് സാത്താൻ്റെ പ്രവൃത്തികളെ തകർത്ത് കളയുവാനാണ്. ആഭിചാരവും മന്ത്രവും കൂടോത്രവും ദേശത്ത് വ്യാപരിക്കുമ്പോൾ ദൈവമക്കളുടെ കണ്ണുനീരിന് മുമ്പിൽ, അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സാത്താൻ പരാജയപ്പെടും. ഈ ദിവസങ്ങളിൽ ദൈവമക്കളുടെ നിലവിളിയുടെ മുമ്പിൽ എല്ലാ അന്ധകാര ശക്തികളും പരിപൂർണമായി പരാജയപ്പെടുമെന്ന് ഓർക്കുകയാണ്. ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രവൃത്തിയാണ് പിശാചിനെയും കൊണ്ട് ചെയ്യിക്കുന്ന ആഭിചാരവും മന്ത്രവാദവും. അങ്ങനെ ചെയ്യുന്നവരുടെ കുടുംബം, അവരുടെ തലമുറകൾ തന്നെ ഈ ഭൂമിയിൽ പരാജയപ്പെടും. സ്വയമെന്ന അഹംഭാവത്തിൻ്റെ സ്വഭാവമാണ് ജ്യോതിഷക്കാരും മന്ത്രവാദികളും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരുടെ കുടുംബത്തിൽ വലിയ നാശനഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. പാപനിമിത്തമാണ് ജനം ഇതിന് തന്നെ കൂട്ടുനിൽക്കുന്നത്. പിശാചിൻ്റെ സ്വഭാവത്തോട് കൂട്ടുനിൽക്കുന്നത് അനീതി ചെയ്യുവാൻ ഒരു മനസാക്ഷിയുമില്ലാത്തവരാണ് ഇങ്ങനെ അനീതി ചെയ്യുന്നത്. അവരുടെ കുടുംബങ്ങൾ പരാജയപ്പെടുവാൻ സമയമായി. സത്യമെന്ന മറ്റൊന്നില്ല എന്ന അഹങ്കാരമാണ് ദുഷ്ടശക്തികളെ കൊണ്ട് മനുഷ്യരെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവർ ഗ്രഹിക്കുന്നില്ല, ഇവരുടെ മുമ്പിൽ വലിയൊരു ശക്തിയുണ്ട്. അതെ, സ്വർഗത്തെയും ഭൂമിയെയും സകലത്തെ സൃഷ്ടിച്ച, കാർത്തികയും മകരത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് ഇവർ മറന്നുപോകുന്നു. താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ടവനെ തകർക്കാൻ ദുഷ്ടശക്തികളെ
നിർത്തി ശ്രമിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന അനർത്ഥം വലുതാണെന്ന് ഈ സമയം വചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തിയതാണ്. യെശയ്യാവ് 47:15 പറയുന്നു, നിനക്ക് രാശി തിരിച്ച് ഉപദേശങ്ങൾ തന്ന ജ്യോതിഷക്കാർ അവർ താളടി പോലെയായി തീക്കിരയാകും, അഗ്നി അവരെ ദഹിപ്പിക്കുമെന്നാണ്. നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല. പ്രിയരെ, ഈ ദിവസങ്ങളിൽ പാപമെന്ന പിശാചിനെ ആരാധിക്കുന്നവരുടെ കുടുംബത്തിന് വന്ന് ഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കുമെന്ന് യെശയ്യാവ് 47:15 നമ്മൾ കേട്ടല്ലോ. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമേ ഉള്ളൂ, അത് കർത്താവായ യേശു മാത്രമാണ്. മന്ത്രവാദ ശക്തിയെ കർത്താവ് തൻ്റെ ശക്തിയുള്ള ദൂതനെ അയച്ച് ഈ ദിവസങ്ങളിൽ പരാജയപ്പെടുത്തും. ശക്തിയുള്ള ദൂതനെ ഈ ദിവസങ്ങളിൽ കർത്താവ് അയക്കും. വെളിപ്പാട് പുസ്തകം 11:5 പറയുന്നു, ആരെങ്കിലും അവരെ ഉപദ്രവിക്കുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട്, അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണമെന്ന് വെളിപ്പാട് പുസ്തകം 11:5 എഴുതിയിരിക്കുന്നു. ദൈവമക്കൾ ആത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മന്ത്രവാദ ശക്തിയെ തകർത്ത് കളയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രവാദ ശക്തികൾ പരാജയപ്പെടും. ജനത്തിൻ്റെ പാപത്തിനെതിരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവമക്കളിൽ കൂടി എഴുന്നേൽക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. ആത്മീയത്തെ പലരും ഇന്ന് നിന്ദിച്ചുകൊണ്ടിരിക്കുക. ആത്മീയത്തെ പലരും നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആത്മീയം എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങൾ അയക്കും. കർത്താവ് തൻ്റെ ദാസന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ച് ഈ ദിവസങ്ങളിൽ പൈശാചിക ശക്തികളെ തകർത്ത് കളയുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാവ് 55:11 എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പാപ വഴികളെ പിന്തുടരുന്നവരുടെ മേൽ വലിയ ന്യായവിധി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ ആരാധിക്കാതെ സത്യത്തിന് വേണ്ടി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുവാൻ ആഗ്രഹിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ കാലം പോലെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും പകയും വയ്ക്കാതെ സ്നേഹത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും ഉണ്ടാകട്ടെ. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ് സകല മനുഷ്യരിലും ഉണ്ടാകട്ടെ. മതവും രാഷ്ട്രീയമല്ല, മനുഷ്യനെ സ്നേഹിക്കട്ടെ. വിദ്വേഷത്തിൻ്റെയും പകയുടെ ശക്തി നമ്മുടെ ലോകത്തിൽ നിന്ന് പരാജയപ്പെടട്ടെ. മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ദുഷ്ടശക്തി പരാജയപ്പെടട്ടെ. പൈശാചിക ശക്തി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വിട്ടുമാറട്ടെ. പിശാച് തകരട്ടെ, സത്യം ജയിക്കട്ടെ. പിശാച് തകരട്ടെ, സത്യം ജയിക്കട്ടെ. ദുഷ്ടശക്തികൾ തകരട്ടെ, സത്യം ജയിക്കട്ടെ. അഹങ്കാരമെന്ന സ്വഭാവം തകരട്ടെ, സത്യം ജയിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനം കൊണ്ട് നിറയട്ടെ. ദുഃഖം എല്ലാ ഭവനത്തിൽ നിന്നും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളും തകരട്ടെ. കർത്താവേ, ഹല്ലേലൂയ. മനുഷ്യൻ അനേകർ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ഈ സമയം ഈ വചനം പ്രസംഗിക്കുമ്പോൾ പൈശാചിക ശക്തി ഈ വചനം കേൾക്കുന്ന ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശു അവരുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. അവരുടെ ഭവനത്തിൽ സാത്താൻ പരാജയപ്പെട്ട് ഇറങ്ങിപ്പോട്ടെ. പൈശാചി വെളിയിൽ പോട്ടെ. യേശുവിൻ്റെ നാമം എല്ലാ ഭവനത്തിലും ജയമെടുക്കട്ടെ. യേശുവിൻ്റെ രക്തം സകല ഭവനത്തെയും അനുഗ്രഹിക്കട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ദാരിദ്ര്യങ്ങൾ മാറട്ടെ, കലഹത്തിൻ്റെ ആത്മാവ് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും നന്മ അനുഭവിക്കട്ടെ, അനുഗ്രഹം അനുഭവിക്കട്ടെ. നല്ലതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. കർത്താവ് നല്ലത് ചെയ്യും. പിശാചിൻ്റെ ശക്തി തകരട്ടെ. സത്യം ജയിക്കട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.